അനുഗ്രഹീത ഗാനങ്ങൾ നമ്മുടെ നടുവിൽ പാടിയിട്ടുണ്ട്. ആ ഗാനങ്ങളൊക്കെ നമുക്ക് ആശ്വാസപ്രദവും സന്തോഷപ്രദവും നമ്മുടെ പ്രത്യാശയെ ഒന്ന് ഉണർത്തുന്നതുമായിരുന്നു. ഇന്ന് രാത്രി വളരെ നല്ലൊരു ഗാനം ശ്രവിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ താല്പര്യത്തോടെ നാം നമ്മുടെ കാതുകളെയൊക്കെ ഒരുക്കി കാത്തിരിക്കുമ്പോൾ കർത്താവദാസ സിസ്റ്റർ ബീന മാത്യുവിനെ ഒക്ലഹോമ പാർട്ട്നേഴ്സ് നാമത്തിൽ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു. എല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടുവരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ദൈവം അബ്രഹാമിന്റെ ദൈവം, മോശയുടെ ദൈവം, ദാനിയേലിന്റെ ദൈവം, ഹന്നായുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വസ്തനായി സൗഖ്യമാക്കുന്ന ദൈവമായി, വാക്കുമാറാത്ത ദൈവമായി, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവായി ഹല്ലേലൂയ നമുക്കുണ്ടല്ലോ. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിശ്വസ്തത, നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർത്തു. നമുക്കുള്ളതൊക്കെ കർത്താവിന്റെ ദാനമാണല്ലോ. ഇന്ന് രാത്രികാലവും എന്റെ ദൈവത്തെ പാടി ലഭിച്ച സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവന്റെ മുമ്പിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുമ്പിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, യേശുവല്ലാതാരും ഇല്ലല്ലോ. എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, യേശുവല്ലാതാരും ഇല്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, മാനം തിരിഞ്ഞോ മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുമവൻ. മാനം തിരിഞ്ഞോ മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുമവൻ. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും
രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചല്ലോ. രാത്രിയിൽ നമ്മളെ കരുതുന്ന, രാവിലെ വിശ്വസ്ത പുലർത്തുന്ന ദൈവത്തിന്റെ ആ കൂടൽ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഞാനതൊന്നും എടുത്തു പറയുന്നില്ല, ഇല്ലാത്തതുകൊണ്ട് അനുഗ്രഹീത ഗാനം പാടുവാൻ തക്കണം കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അത് നമുക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീർന്നല്ലോ. എന്റെ നാമത്തിലുള്ള നന്ദി കർത്താവ് ദാസിയോട് അറിയിക്കുന്നു. തന്നെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് തർന്ന് സഹായിക്കട്ടെ. കർത്താവ് കൊടുത്തിരിക്കുന്ന കഴിവ് ദൈവനാമത്തിന് വേണ്ടി തുറന്ന് ഉപയോഗിക്കുവാൻ കർത്താവ് ഇനി അവസരങ്ങൾ ഒരുക്കി സഹായിക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. തുടർന്ന് നമ്മൾ ദൈവവചന കഴിവിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് രാജസ്ഥാനിൽ വളരെ അനുഗ്രഹകരമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ വൈ യോഹന്നാൻ എന്ന് പറയുന്ന ദൈവദാസനാണ് നമ്മുടെ നടുവിൽ ഇന്ന് അദ്ദേഹമായിരിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നന്ദിയോടെ ആ കാര്യങ്ങൾ സ്മരിക്കുകയും ചെയ്യുന്നു. വളരെ നമ്മളിൽ നല്ലൊരു പങ്കാളികൾക്കും തന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരറിവുണ്ട്. നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ പോലും എന്നാൽ നമ്മൾ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രി തന്നിൽ നിന്ന് തന്നെ കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തരട്ടെ. അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൂടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. പാഷ ലൈനിലുണ്ടല്ലോ അല്ലേ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ പാഷ, താങ്ക് യു. അപ്പോൾ അടുത്ത നിമിഷങ്ങൾ കർത്താവദാസനിലൂടെ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, കർത്താവ് തന്റെ ആലോചന നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് വളരെ ഒരുക്കത്തോടുകൂടി നമ്മുടെ കാതുകളെ തുറന്ന് വചനം കേൾക്കുവാൻ, ഹൃദയങ്ങളെ തുറന്ന് വചനങ്ങളെ സ്വീകരിക്കുവാൻ, സ്വീകരിക്കുന്ന വചനത്തിന് മുമ്പാകെ സമർപ്പണ മനോഭാവത്തോടുകൂടി ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നാം ആയിരിക്കുമ്പോൾ കർത്താവദാസൻ പാസ്റ്റർ വൈ യോഹന്നാൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. ആമേൻ. താങ്ക് യു പാസ്റ്റർ റെജി. ഈ മനോഹരമായ രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ ന്യൂയോർക്കിൽ നിന്നാണ് ഈ ലൈനിൽ. ഈ രാജ്യത്ത് പലയിടത്തും പല സമയമാണല്ലോ. ഇവിടെ 10:50 എനിക്കത് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നമൊക്കെയുള്ള ഒരാളായതുകൊണ്ടാണ്. എന്നാൽ ദൈവസാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തി. ഇച്ചിരി മുമ്പേ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാക്ചറിയാൻ ബ്രദറിനെ വിളിച്ചപ്പോൾ ഞാൻ കിടക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ ശുശ്രൂഷിക്കാൻ ബലം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് ഇന്ന് തുടർന്ന് സംസാരിക്കാൻ കൃപ നൽകട്ടെ. ഇപ്പൊ ഇവിടെ 10:51 പാസ്റ്റർ റെജി, എത്ര സമയം വരെ ദൈവം സംസാരിക്കാം? അടുത്ത 30 മിനിറ്റ് ഉണ്ട് ഭാഷ. ഓക്കെ. താങ്ക് യു. വളരെ മനോഹരമായ ഒരു ഗാനം ആ വാത്സല്യ സഹോദരി പാടുവാനിടയായി തീർന്നു. പാസ്റ്റർ റെജി നല്ല രീതിയിൽ ഇന്നത്തെ സാഹചര്യങ്ങളെയൊക്കെ വിശദീകരിക്കുവാൻ, അപകട നിലയെക്കുറിച്ച് പറയാൻ, ബ്രദർ റോയ് ജോൺ എന്ന ആ പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കടന്നുപോയി. ഞാനും എൻ്റെ വൈഫും മറ്റൊന്ന് രണ്ട് ദേവദാസുമാരുടെ പോയി കണ്ട് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് വാക്കിന് പോയപ്പോഴാണ് ആ സാഡ് ന്യൂസ് അറിയുവാനിടയിൽ തീർന്നത്. മനുഷ്യജീവിതം എത്ര ക്ഷണഭങ്കുരമാണ്. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന യാത്രക്കാരാണ്. എനിക്ക് ഈ ലൈനിൽ ഇരുന്നുകൊണ്ട് ഇതിനകത്ത് സാധാരണ സൂമിലൊക്കെ ആണെങ്കിലും എനിക്ക് എത്ര പേരുണ്ടെന്നൊക്കെ കാണാം, എവിടുന്നുണ്ടെന്നൊക്കെ എനിക്ക് ആരെയും കാണത്തില്ല. എങ്കിലും ഇതിനകത്ത് ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കൊതിയുള്ളവരാണെന്ന് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ റെജി ഫിലിപ്പ് എന്നെ അറിയുമെന്ന് തോന്നുന്നില്ല, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ നല്ലതുപോലെ അറിയാം.
എന്നാൽ ബാക്കി മറ്റധികം പേരെ അറിയത്തില്ല. പാസ്റ്റർ ഷിബു തോമസ് ഓക്ലഹോമയാണ് എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനൊരു വടക്കേന്ത്യൻ മിഷണറിയാണ്. 44 വർഷമായി രാജസ്ഥാന്റെ മണ്ണിൽ കർത്താവിന്റെ വേലയിലായിട്ട്. അതിനു മുമ്പ് ക്യാപ്റ്റൻ എം സാമുവലിന്റെ കൂടെ കാശ്മീരിൽ അല്പസമയങ്ങൾ ഇന്ത്യയുടെ ബോർഡറായ രജോറി എന്ന സ്ഥലത്തായിരുന്നു. അത് -14 ഡിഗ്രിയാണ്. തണുപ്പിന്റെ പ്രോപ്പർലി വസ്ത്രമൊന്നും ഇല്ലാതെ ഒരു മാരകമായ ആസ്മ രോഗിയായിരുന്നു ഞാൻ. മാവേലിക്കര മിക്സഡ് ജംഗ്ഷനിൽ ക്യാപ്റ്റൻ എം സാമുവലിന് വേണ്ടി കല്ലുമല കുഞ്ഞോൻ സാർ ക്രമീകരിച്ച ഒരു യോഗത്തിൽ വടക്കേന്ത്യയിലെ 10,000-കണക്കിന് ഗ്രാമങ്ങൾ യേശുവിനെ കേട്ടിട്ടില്ല, ആർ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി മണക്കാലയിലെ ഒരു വേദവിദ്യാർത്ഥി അവിടെ പാട്ട് പാടുന്നവരുടെ കൂടെ പോയതാ. ഞാൻ ഈ ചലഞ്ച് കേട്ടപ്പോൾ വാവിട്ട് നിലവിളിച്ച്, കർത്താവെ എന്നെ അയക്കണേ, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് അവൻ എന്നെ സമ്മതിപ്പിച്ചു. ഞാൻ സമ്മതിച്ചു പോയി. അങ്ങനെ എൻ്റെ മിഷൻ വർക്കിന്റെ തുടക്കം കുറിച്ചത്. ഞാൻ 1980 അൽവർ രാജസ്ഥാനിലേക്ക് വരുവാനിടയായി തീർന്നത്. ബ്രദർ ദുർരാജ് ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1960 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. 1964 അദ്ദേഹം അൽവർ പട്ടണത്തിൽ, രാജസ്ഥാന്റെ അൽവറിൽ വന്നു. രാജസ്ഥാൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ 228 പീപ്പിൾ ഗ്രൂപ്പും 416 ഡയലൈറ്റ്സും ഉണ്ട്. ഭാഷകൾ, അതിന് ലാംഗ്വേജ് ഇല്ല, 16 ഭാഷയ്ക്കേ എഴുത്തുള്ളൂ. അങ്ങനെയുള്ള ഭാഷക്കാരുടെ ഇടയിലാണ് കർത്താവ് എന്നെ അയച്ചത്. ദൊർരാജ്, തമിഴിനായിരുന്നു ദൊർരാജ് വന്ന് 64. 3 മാസം കഴിഞ്ഞപ്പോൾ രാവിലെ തൻ്റെ മുറിയിൽ ആരോ വന്ന് മുട്ടി. തണുപ്പ് സമയത്ത് കാവ്യ വസ്ത്രധാരികള് കുറിയൊക്കെ ഇട്ടവരാണ് എന്ന് മനസ്സിലായി. അവര് പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പൊ തൻ്റെ ഭാര്യയും താനും കൂടെ ഉണർന്ന് കതവ് തുറന്ന് പുറത്തു വന്നപ്പോൾ 3 പെൺകുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പറഞ്ഞു, പാതിരി സാബ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, കുഞ്ഞുങ്ങൾ എണ്ണീക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ കൂടെ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാം. ഇത് 64 സംഭവമാണ്. ഇന്ന് വരെയും ആ ദൈവദാസൻ മടങ്ങി വന്നില്ല. അവിടുന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഖേർത്തൽ എന്ന സ്ഥലത്ത് ഒരു കിണറ്റിൽ അഴുകിയ തൻ്റെ ശരീരഭാഗങ്ങളും ഒരു ബെൽറ്റും ഒരു സിൽപ്പറും കണ്ടുകിട്ടിയതിൽ താനാണെന്ന് മനസ്സിലായി. അന്ന് ഇന്നത്തെ പോലെ മനുഷ്യാവകാശ കമ്മീഷനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജസ്ഥാന്റെ ആ വലിയ പൈനിയർ മിഷണറി ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് കോൾ ബാക്ക് ചെയ്തു. അതേ തുടർന്നാണ് നോർത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുവിശേഷകരിൽ ഒന്നായ ഡോക്ടർ M.A. തോമസിനെയും ഏറ്റവും വലിയ ചർച്ച് പ്ലാന്ററായ പാസ്റ്റർ തോമസ് മാത്യു അവറുകളെയും ഷോർട്ട് പീരീഡിൽ ഈ തോമസ് മാത്യു പാസ്റ്ററിനെ പോലുള്ളവരെ കൊണ്ടുവന്ന മാവേലിക്കരനായ പാസ്റ്റർ KV ഫിലിപ്പിനെയും ഒക്കെ ദൈവം പിൽക്കാലത്ത് അയക്കുവാനിടയിൽ തീർന്നു. ഞാൻ ഇത് പെർസിക്യൂഷന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, സഭ വളരുന്നത് പ്രതികൂലത്തിന്റെ നടുവിലാണ്. ഏതെല്ലാം കാലത്ത് കൂടുതൽ ലക്ഷറിയസ്നെസ്സിലേക്ക് സഭ പോയിട്ടുണ്ടോ അന്ന് സഭ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ കരുണാകരന്റെ മകൻ ബിനു രഘുനാഥൻ UP അസംഗഡ് എന്ന സ്ഥലത്ത് അദ്ദേഹവും 17 പേരും അറസ്റ്റ് ചെയ്തു. 4 മാസത്തോളം അദ്ദേഹം 3 മാസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 300 പാസ്റ്റർമാർ ഇന്നും ജയിലിലുണ്ട് അവിടെ. അസംഗഡിലെ ബിനു ഇന്ന് ഒളിവിലാണ്. എന്നാൽ സഭ ഏറ്റവും അധികം ശക്തമായി വളരുന്നു. ഞാൻ അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. 4 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ 4 പാസ്റ്റർമാരെയും 3 പേരുടെ ഭാര്യമാരെയും മൃഗീയമായി തല്ലി, ദയനീയമായി തല്ലി. അതിലെ ജോളി
പ്രസാദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ഭർത്താവ് പാസ്റ്റർ പ്രസാദ് തിരുവനന്തപുരത്തെ 3 അമ്പലങ്ങളുടെ പൂജാരിയായിരുന്നു. 3 അമ്പലങ്ങളുടെ. താനൊരു ബ്ലാക്ക് ബെൽറ്റാ, തിരുമൽ വിദഗ്ധനാ. ഒരു മസാജ് സെന്റർ നടത്തിയ ലക്ഷങ്ങളുണ്ടാക്കാം. ഞാൻ ഇന്നത്തേക്ക് 18 കൊല്ലം മുമ്പ് വടവാതൂർ PM ഫിലിപ്പച്ചന്റെ ബൈബിൾ സ്കൂളിൽ ഒരു മിഷൻ ചലഞ്ച് കൊടുത്തപ്പോ 18 പേര് വടക്കേണ്ടിക്ക് വരാൻ തീരുമാനമെടുത്ത് വന്നു. അതിൽ 2 പേര് മാത്രം അവശേഷിച്ചു. ബാക്കിയെല്ലാം വന്നെന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ഇവർ 2 പേര് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളവർ വന്നേച്ച് തിരിച്ചു പോയെന്നാണ് ഞാൻ കേൾക്കുന്നത്. ആരും വടക്കേണ്ടിയില്ല. ആ മിഷണറിയെ ചതച്ചു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് ഡൽഹിയിൽ നിന്ന്, ഞാൻ ഡൽഹിക്ക് അടുത്തുള്ളൊരു സ്ഥലത്തു നിന്ന് ഡ്രൈവ് ചെയ്ത് അൽവറിൽ ഒരു സഭായോഗം, 2 സഭായോഗം അൽവറിൽ കൂടിവെച്ച് രാത്രി സവായ് മാധവപൂരില് ഗംഗാപൂർ സിറ്റിയിൽ 11 മണിക്ക് അവരുടെ വീട്ടിൽ ചെന്നു. അന്ന് രാവിലെ അവർ ഉപദ്രവിക്കപ്പെട്ട, അത് അറിഞ്ഞുകൊണ്ട് ചെന്നതാ. അവർ 2 പേരും എന്റെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് എന്നെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ മുട്ടുമടക്കുമ്പോ പ്രസാദ് മുട്ടുമടക്കി, ജോളി മുട്ടുമടക്ക. അയ്യോ പാസ്റ്റർ എന്ന് പറഞ്ഞ് 6 മണിക്കൊക്കെ തൊഴി കിട്ടിയതിന്റെ അതിഭയങ്കര വേദന. ഞാൻ പറഞ്ഞു ജോളി നിന്നാ മതി. പ്രസാദ് മുട്ടുമടക്കി. ഞാൻ ഒരു കൈ പ്രസാദിന്റെ തലയിലും മറ്റേ കൈ ജോളിയുടെ തലയിലും വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ പ്രസാദ് എന്നോട് പറഞ്ഞു, പാസ്റ്ററങ്കിളെ, കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പാസ്റ്റർ പറഞ്ഞില്ലയോ, ലോകത്തിൽ വെച്ച് എവിടെ വെച്ച് ഞാൻ മരിച്ചാൽ എന്റെ ഡെഡ് ബോഡി രാജസ്ഥാനിൽ അടക്കണം, എനിക്ക് സുവിശേഷത്തിന് വേണ്ടി ഒരു മാർട്ടിറായി മരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞങ്ങളുടെ വീട്ടുകാര് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അടക്കാൻ ഡിമാൻഡ് ചെയ്യും. വേണ്ട, ഞങ്ങളുടെ ഡെഡ് ബോഡി ഈ മണ്ണിൽ അടക്കണം. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പൊർക്കളമേടുകളിൽ തന്നെ. നമുക്ക് കർത്താവിന് വേണ്ടി നിലനിൽക്കാം. നമുക്ക് സുവിശേഷത്തിനു വേണ്ടി നിലനിൽക്കാം. നാം മുടക്കുന്ന പണം, ഇന്ന് ഞാന് യോനാൻ എന്ന് പറഞ്ഞ അച്ചായന്റെ വീട്ടിലാ ന്യൂയോർക്കിൽ റോക്ക്ലൻഡില് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് പകൽ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വിമർശിക്കുകയല്ല, ഞങ്ങൾ 2 പേരുടെ പങ്കിട്ടു. നമ്മുടെ പണം ഇനിയും ഹ്യൂജ് ബിൽഡിങ്ങുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും വലിയ ക്യാമ്പസുകൾ, ഞങ്ങൾക്ക് വടക്കേണ്ടിയിൽ ഒരു ചെറിയ ക്യാമ്പസിന് ഞാനും ഫണ്ട് ദൈവത്തേനും തരുന്ന പണം ഞാൻ അയച്ചു കൊടുത്തോണ്ടിരിക്കുക. പക്ഷേ വീടിന്റെ മേൽ വീടും വയലിന്റെ മേൽ വയലും വാങ്ങിക്കൂട്ടാനുള്ള സമയമല്ല. ലെറ്റ്സ് സ്പെൻഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. സുവിശേഷം അറിയിക്കാൻ ചെലവാക്കണം. ഇത് ആദ്യം പറഞ്ഞപ്പോ പാസ്റ്റർ റെജി ചെറിയ ബ്രദറും പറഞ്ഞത്, ഓക്ലഹോമയിൽ ഈ ആഴ്ച പരസ്യവും നടത്തി. നമ്മുടെ ചർച്ചുകള് ഇന്ന് തേഴ്സ്ഡേ മീറ്റിംഗ്, ഫ്രൈഡേ മീറ്റിംഗ്, സാറ്റർഡേ മീറ്റിംഗ്, സൺഡേ മീറ്റിംഗ്, യൂത്ത് മീറ്റിംഗ്, ലേഡീസ് മീറ്റിംഗ്, കൗൺസിൽ മീറ്റിംഗ് എല്ലാം നല്ലതാ. പക്ഷെ അകത്തു വരാത്തവരെ അകത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കയ്യിൽ എന്താണ് മാധ്യമമുള്ളത്? കേട്ടവർ മാത്രം കേട്ടാൽ മതിയോ? We are served to save others. We are Christians to make others Christian. We are born again to win others into the kingdom of God. We are God's children to bring others into God's family. We are disciples of Christ to enroll others into His discipleship. We are in the church to church the unchurched. We are sanctified to show others the way of holiness. അടുത്ത പദം ഒന്ന് ശ്രദ്ധിക്കണമേ. We are going to heaven. നമുക്ക് സ്വത്രം പറയാൻ തോന്നുന്നു, പറയണം. We are going to heaven. അടുത്ത പദം, we cannot stand before our master in empty hand. നമുക്ക് നമ്മുടെ യജമാനന്റെ മുമ്പിൽ ഒഴിഞ്ഞ കൈയോടെ നിൽക്കാനൊക്കത്തില്ല.
എന്താണ് അവിടെ കൊണ്ട് കൊടുക്കാൻ നിൽക്കുന്നത്? മീഖായുടെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. എന്തെന്നുകൊണ്ട് ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് കുമ്പിടേണ്ടു. 1000 നദികളിലും 10,000 തൈല നദികളിലും നിനക്ക് പ്രസാദമുണ്ടാകുമോ? എന്നിട്ട് അടുത്ത ഭക്തൻ ചോദിക്കുക, എന്റെ പാപത്തിന്റെ പകരമായി എന്റെ ആദ്യജാതനെ നിനക്ക് ബലിയർപ്പിക്കണമോ? സ്തോത്രം. വടക്കേണ്ടിയിലെ മഹാകുംഭയൊക്കെ നടക്കും. ഈ മഹാകുംഭമേള നടക്കുമ്പം അവിടെ മരിക്കുന്നവരുടെ ഡെഡ് ബോഡി തിന്നുന്ന ഓഗരി എന്ന് പറഞ്ഞൊരു ജാതിയുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അവർ തുണി ഉടുക്കത്തില്ല, തലമുടി ചീകത്തില്ല, താടി വടിക്കത്തില്ല, സോപ്പിട്ട് കുളിക്കത്തില്ല, പാചകം ചെയ്ത ഭക്ഷണം കഴിക്കത്തില്ല, പാദരക്ഷ ഉപയോഗിക്കത്തില്ല, റൂഫുള്ള വീട്ടിൽ താമസിക്കത്തില്ല. അവരുടെ കയ്യിൽ എപ്പോഴും ഒരു തലയോട്ടി വെച്ച് അതിനകത്താ വല്ല ഭക്ഷണം കഴിക്കുന്നത് എന്തുവാ? പല ഇലയും പിന്നെ പഴങ്ങളും പറിച്ച് തിന്നുന്നത് കൂടാതെ ഈ മഹാകുംഭയ്ക്ക് വരുമ്പം മരിക്കുന്ന ആൾക്കാരുടെ ഡെഡ് ബോഡി ഇവർക്ക് എറിഞ്ഞു കൊടുക്കും. ഇത് ഞാൻ കെട്ടുകഥയല്ല പറയുന്നത്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇന്ന് വിസിറ്റിംഗ് പാസ്റ്റർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് നിൽക്കുന്ന കാലഘട്ടമല്ല. അവർക്ക് കള്ള് സപ്ലൈ ചെയ്യുന്ന, ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉജ്ജയിനിലെ പാസ്റ്റർ രാമകൃഷ്ണ ബഡോദിയ. 8 കൊല്ലം മുമ്പ് 8 പേരെ സ്നാനപ്പെടുത്തിയപ്പോൾ ന്യൂജേഴ്സിയിലുള്ള പാസ്റ്റർ P.O. എബ്രഹാമും ദീനാമാമയും അന്ന് ആ കൂടെ ട്രാപ്പിൽപ്പെട്ട് ഹൗസ് അറസ്റ്റിൽ കഴിയേണ്ടി വന്നു. അവരുടെ പ്രാണനെ ദൈവം രക്ഷിച്ച അത്ഭുതകരമാണ്. പട്ടിയെ തല്ലുന്ന പോലെ റോഡിൽ കൂടെ വലിച്ചടച്ചുകൊണ്ട് തല്ലി. പക്ഷേ ഇന്ന് അവിടെ മനോഹരമായ ആലയവും ദൈവത്തിന്റെ കൃപയാൽ ആത്മാക്കളുമുണ്ട്. സ്തോത്രം. ദൈവം ആത്മാക്കളെ വിൻ ചെയ്യുന്ന പ്രോസസ് നിർത്തിയിട്ടില്ല. സ്വർഗം ബാരനായിട്ടില്ല, മച്ചിയായിട്ടില്ല. അതൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സ്തോത്രം. मैंने न जानी गहराई समुद्र की, लहरों की कोई परवाह न थी. मैंने न जानी गहराई समुद्र की, लहरों की कोई परवाह न थी. उतरा मैं समुद्र के बीच में, तेरी आवाज सुनकर प्रभु. उतरा मैं समुद्र की गहराई के बीच में, तेरी आवाज सुनकर प्रभु है यार. तू है खुदावन, हम करूं मैं तेरे, स्तुति के योग्य तेरा नाम है यार. तू है खुदावन, हम करूं मैं तेरे, स्तुति के योग्य तेरा नाम. अर्पण करता हूँ मैं जो कुछ भी, प्रभु यीशु तेरे वेदी में. तेरी सेवा करना यही तमन्ना मेरी, जीवन की मेरी ये कामना है. तेरी सेवा करना यही तमन्ना मेरी, जीवन की यही मेरी कामना है. यार तू ही खुदावन, हम करूं मैं तेरी, स्तुति के योग्य तेरा नाम याहे. നീയൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ. അഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല,
അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല. അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, കേട്ടു പിൻവരുക. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, ഞാൻ. അടുത്ത ചില മിനിറ്റുകൾ ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കിടാൻ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള 3 മുതലുള്ള വേദവാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 15, ലൂക്ക 15 का 3 से लेकर ആരെങ്കിലും വായിക്കാമോ? ലൂക്കോസ് 15-ന്റെ 3 മുതൽ അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. നിങ്ങൾ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. താങ്ക് യു. ആ അധ്യായം നിങ്ങൾ ഒത്താൽ വായിക്കണം. ഞാനൊന്ന് പറഞ്ഞു മാത്രം വിടാം. സ്തോത്രം. ഇവിടെ എന്താ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന? നമ്മളിതെല്ലാം പരസ്യത്തിനൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നവരാ. പരിശുദ്ധാത്മാവ് എന്നെ അതിൽ നിന്ന് പഠിപ്പിച്ച ഒന്ന്, ഈ അധ്യായത്തിൽ 3 നഷ്ടങ്ങൾ കാണാം. 1 ആടിന്റെ നഷ്ടം, 2 ദ്രഹ്മയുടെ നഷ്ടം, 3 മകന്റെ നഷ്ടം. ആട് കാട്ടിൽ പോയി, ദ്രഹ്മ വീട്ടിൽ പോയി, മകൻ പിതാവിന്റെ ഹൃദയത്തിൽ പോയി. ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ്, ലോസ്റ്റ് ഇൻ ദ ഹോം, ലോസ്റ്റ് അറ്റ് ഫാദേഴ്സ് ഹോം. 3 നഷ്ടങ്ങൾ. ഇതെന്താ പറയുന്നത്? ഏദനിൽ പാപം നിമിത്തം മാനവജാതിക്ക് മാത്രമല്ല, ധാതുലോകം, ജന്തുലോകം, ആത്മലോകം, 3 ലോകത്തിന് നഷ്ടം വരുത്തി ഉണ്ടായി. നീ ചവിട്ടിയ ഭൂമി നശിക്കും, ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം ഏദനിൽ കൽപ്പിച്ച വാക്കുകൾ പാപത്തിന്റെ പ്രതികരണമാണ്. ആദം ഹൗവമാർക്ക് തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട് അവരെ തോട്ടത്തിന്റെ പുറത്താക്കി ആദമിന്റെ നിത്യത നഷ്ടപ്പെടുക മാത്രമല്ല ചെയ്തത്, അവിടെ ജന്തുലോകത്തിന് നഷ്ടമുണ്ടായി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ 3 നഷ്ടങ്ങൾ. 1 ആട്, 2 ദ്രഹ്മ, 3 മകൻ. പക്ഷേ അടുത്ത് നിങ്ങൾ ചിന്തിച്ചാൽ ആട് 1 പോയത്, ദ്രഹ്മ 1 പോയത്, മകൻ 1. പക്ഷേ പെർസെന്റേജ് വരുമ്പം 1 ആട് 100-1, 1%. ദ്രഹ്മ 10-1, 10%. മകൻ 2-1, 50%. ദ വാല്യൂ ഓഫ് ദ സോൾ. ആത്മാക്കളുടെ വില, ആത്മാവിന്റെ വില. നിങ്ങള് ആരും എന്നോട് പിണങ്ങരുത്. ഇപ്പം ഇവിടുത്തെ പല വീട്ടിലും പിള്ളേർക്ക് കല്യാണവും വേണ്ട, മക്കളെയും വേണ്ട, അവർക്ക് പട്ടിയെ മതി. യോ, എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ? ഞാൻ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, ഈ പട്ടിയെ വളർത്തുന്നതിന്റെ ചെലവിനെ കുറിച്ച് ഒന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യം അതിന്റെ മുടി വെട്ടി കുളിപ്പിക്കുന്നതിന് $86-100 ആവുമെന്ന് പറഞ്ഞു.
ഒരു കുഴപ്പമില്ല. അതെന്റെ എയർപോർട്ടിലൊക്കെ എല്ലാ മനുഷ്യരുടെയും കയ്യിൽ ഓരോ പട്ടിയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ കൂടെ ഒരു സ്ത്രീ ഒരു പട്ടിയെ പിടിച്ചോണ്ടോ. അപ്പൊ വേറെ കണ്ടുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് പേര് അങ്ങ് അവർക്ക് അവരുടെ പട്ടിയെ ഓർമ്മ വരുന്നത് അവരുടെ മുഖത്ത് റിയാക്ട് ചെയ്യുന്നു. മനുഷ്യനോട് അടുത്ത് നിൽപ്പോർ അരജനെ നോക്കാൻ അച്ചുസില്ലാത്തോൻ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ കൂടെ കിടക്കുന്നവരുടെ രാപ്പനെ അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ. ദൈവമക്കളെ, മൃഗത്തെ സ്നേഹിക്കേണ്ടെന്നല്ല. എന്റെ പിതാവ് എ.വി. തോമസൺ കമ്പനിയിൽ AP9 കമ്പനിയിലൊക്കെ സൂപ്രണ്ടായിരുന്നു. വലിയ പട്ടികളെ വളർത്തിയിട്ടുണ്ട്. മൃഗസ്നേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ആ ഇച്ചിരി. എന്റെ മോളാണെങ്കിൽ എവിടെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോ ഒരു പട്ടിക്കുഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിനെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഒരു പ്രാവിന്റെ ചിറവടിച്ച് കിടക്കുകയാണെങ്കിൽ അവിടെ പ്രായമുള്ള ഒരു ഡോക്ടറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ മൃഗസ്നേഹം ഒത്തിരി കൂടുതലാണ്. അയാളെ വിളിപ്പിച്ചിട്ട് ഇതിന്റെ ചിറക് ഫിക്സ് ചെയ്യാൻ നോക്കും. ഒത്തിരി കാരുണ്യം. ഞാൻ വേണ്ട എന്നല്ല പറഞ്ഞത്. ദൈവത്തെക്കാൾ ഉപരി, മനുഷ്യനേക്കാൾ ഉപരി മൃഗത്തോടുള്ള സ്നേഹം, മൃഗത്തിന് വേണ്ടി ചെലവാക്കുന്നത്. സ്തോത്രം. എന്താ വടക്കേണ്ടിയിലൊക്കെ ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു ദിവസം 4-5 പാമ്പ് കയറി വന്നിട്ടുണ്ട്. ബാൻസ്വാടക്കാർ പിള്ളേരൊക്കെ അവർ ഞൊട്ടിയെ കൊണ്ടു. പക്ഷെ അയൽക്കാര് കുഴിച്ചിരുന്ന കാണാതെ വേണം കുഴിച്ചിടാൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം 4 പാമ്പ് കയറി ഞങ്ങൾ തല്ലിക്കൊന്നു. എന്റെ തൊട്ട് വീടിന്റെ മുമ്പിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുഞ്ഞോച്ചനൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ മാലിക്ക് പിറ്റേ ദിവസം ചോദിച്ചു, കൽക്കാത്തോടെ ചൽപ്പഹൽ ദിക്കിരാത ഇവിടെ ഇച്ചിരി ആളും പേരും ഒക്കെ കണ്ട് എന്തു വരുന്നത്? ഞാൻ പറഞ്ഞു 3-4 പാമ്പ് വന്നു. നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുന്നത്? അയ്യോ ആരെങ്കിലും കടിച്ചോന്നല്ലയോ അവൻ ചോദിക്കുക. അതിനെ കൊന്നോ നീ? പറയാൻ തോന്നി ഇല്ല, എടുത്തൊരു ഉമ്മ കൊടുത്തൊന്നു. കൊന്നെന്ന് പറഞ്ഞാൽ അവൻ എന്നെ കുഴിച്ചിടും. ഒരു ദിവസം ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട്, എന്റെ മൂത്ത മോള അന്ന് ഡ്രൈവ് ചെയ്യുന്നത്, ജോധ്പൂർ എന്ന സ്ഥലത്തേക്ക് ജയ്പൂരിൽ നിന്ന് പോവാം. 300 കിലോമീറ്റർ ഉണ്ട്. ജോധ്പൂരിനും ജയ്പൂരിനും ഇടയ്ക്ക് ബെർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വെളുപ്പിലെ 3:30 ഡ്രൈവ് ചെയ്ത 6:30 ആയപ്പോ ബെറിൽ ചെന്ന് അവിടെ നല്ല പാല് കിട്ടും, ചായ കിട്ടും. ഒട്ടകപ്പാലിന്റെ ചായ എന്നാ പറയുന്നത്. അവിടുത്തെ സമോസയൊക്കെ ഭയങ്കര ഫേമസാ. വെളുപ്പിലെ ട്രക്കുകാരെല്ലാം വന്ന് നിർത്തി ചായ കുടിക്കുന്നത്. ഞാൻ അവിടെ നിർത്തി. എനിക്ക് ഒരു ബ്രൈൻഡ് ന്യൂ സ്കോർപ്പിയോ ഉണ്ട്. ഇന്നത്തേക്ക് ഒരു 15-20 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. എന്റെ പെൺകുഞ്ഞുങ്ങളുടെ ആരുടെയും വിവാഹം നടന്നിട്ടില്ല. മക്കൾ 3 പേരുമുണ്ട്. 2 ഹിന്ദിക്കാരുടെ പാസ്റ്റർമാരുണ്ട്. എന്റെ വൈഫുണ്ട്. വണ്ടി നിർത്തിവെച്ച് ചായ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോ സമോസ കയ്യിലുണ്ട്. എന്റെ ഇളയ മോള് അന്ന് അവൾക്ക് 7 വയസ്സോ 8 വയസ്സേ ഉള്ളൂ. ഇന്ന് അവൾക്ക് 30 വയസ്സുണ്ട്. വിവാഹിതയാണ്. രണ്ടാമത്തെ കുഞ്ഞിനെ വെയിറ്റ് ചെയ്യുന്നു. അവളുടെ നേരെ ഒരു സാണ്ട്, ഒരു എന്താ പറയുന്നത്, മൂരി തല ഇങ്ങനെ ഇടിക്കാൻ ചെന്ന് കണ്ടപ്പോ ഞാൻ കാലുകൊണ്ടൊരു തൊഴിൽ കൊടുത്തു. അതിനൊന്നും പറ്റിയില്ല. എന്റെ കാലോടെ കുളിക്കതേ ഉള്ളൂ. ദാ പറയുന്നതിനോ വെച്ചു ഗോമാതാക്കോ ലാത്തുമാർദിയാന്ന് പറഞ്ഞു പശു അമ്മയെ തൊഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഗോ സംരക്ഷണ സമിതിയുടെ മാലയിട്ട് ഒരു 5 എണ്ണം എവിടെ നീ വെളുപ്പിലെ വന്നു. സ്റ്റെയിൻ ഗ്രാമിനെ ചുട്ടുകരിച്ചതുപോലെ അന്ന് രാവിലെ എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ചേനെ അവര്. ചുറ്റും വളഞ്ഞു. ഞങ്ങൾ കാറിനകത്ത് കയറി കണ്ണാടിയിട്ട് വടിയും തടിയുമായിട്ട് വന്ന് അലക്കുക. അപ്പൊ ജീസസ് സേവ്സ് എന്ന് എന്റെ കാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കടക്കാരൻ, നിന്റെ ഗോമാതാവിനെ നീ ഗോശാലയെ കൊണ്ട് താമസിപ്പിക്കട, ഇവിടെ വരുന്ന കസ്റ്റമറിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരെല്ലാം കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ അന്ന് ഞങ്ങളുടെ പ്രാണൻ അപകടപ്പെട്ടനെ. ഞാൻ എന്തിനാണ് ഈ വാക്യം പറഞ്ഞത്? ആട് പോയാൽ 1%, വീട് പോയാൽ 10%, ബ്രഹ്മ മെറ്റീരിയൽ വേൾഡ്. എന്നാൽ മകൻ പോയാൽ 50%. ദ വാല്യൂ. ഒരു മനുഷ്യൻ തന്റെ സകല ലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? സ്നേഹിതരെ, ദൈവമക്കളെ, ലെറ്റ്സ് ഇൻവെസ്റ്റ് ഫോർ ഗോഡ്സ് കിങ്ഡം. ഇവിടെ നഷ്ടപ്പെട്ട ഒരിടയൻ, നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, നഷ്ടപ്പെട്ട ഒരു പിതാവ്, അവർ വെറുതെ ഇരിക്കുന്നില്ല.
അവർ തിരച്ചിൽ ആരംഭിച്ചു. മനോഹരമായ ആ ഗാനം, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നമ്മെ തേടുന്ന, നഷ്ടപ്പെട്ട പാപിയെ തേടുന്ന ഏദൻ തോട്ടത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ആദമേ, നീ എവിടെ? വെളിപ്പാട് പുസ്തകത്തിൽ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട. റേഡിയോയിലൂടെ തിരയുക, ടെലിവിഷനിലൂടെ തിരയുക, സുവിശേഷ പർച്ചുകൾ, ട്രാക്സ് വിതരണം ചെയ്യുന്നത് ബൈബിളിന്റെ. ഇന്നും പറഞ്ഞല്ലോ, 9 പേർ ഇറങ്ങി, 9 പേർ രക്ഷാനിർണയിലേക്ക് വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ ആയിരുന്ന സമയത്ത് ഡെയ്സ് എന്ന് അദ്ദേഹത്തിന്റെ അവിടെ ചെന്നപ്പോ അവിടെ കുറച്ച് അന്തേവാസികൾ, വെറും പാവപ്പെട്ടവർ, ഡൗൺ ട്രോഡൻ ഡ്രഗ് അഡിക്ട്സ്, ഒരു ചെറിയ മെസ്സേജ് എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിറകണ്ണുകളോടെ 9ഓളം പേര് അന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുന്നത് കാണുവാൻ എനിക്കിടയായിട്ട്. ഞാൻ കേരളത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ പോയി. ഹിന്ദിക്കാരുടെ രാവിലെ 6 മണിക്കും 5 മണിക്കും കവലയ്ക്ക് നിൽക്കുന്നത് കണ്ട് ഞാൻ 1-2 പരസ്യങ്ങൾ നടത്തി. രാവിലെ 6 മണിക്ക് 7 മണിക്ക് വിളക്കുള്ള ആ പരസ്യയോഗത്തിൽ ആൾക്കാർ കണ്ണുനീരോടെ സുവിശേഷം കേൾക്കുക മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്ന കാണുവാൻ ലഭിച്ചു. സ്തോത്രം. ബൈബിൾ തിരയുന്നു. സുവിശേഷകരെ, നമ്മുടെ ദൗത്യം നമ്മൾ മറന്നു കളയരുത്. ഇന്നത്തേക്ക് 10 കൊല്ലം മുമ്പ് വെസ്റ്റ്മിനിസ്റ്റർ ആബി ചർച്ച് കാണാൻ റാന്നിക്കാരൻ, എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന ഒരു സജി, ഞങ്ങളെ UK കൊണ്ടുപോയി താമസിപ്പിച്ച്, അദ്ദേഹം അല്ല കൊണ്ടുപോയത്, മറ്റൊരു കുടുംബമാണ്. റജിയ ഞങ്ങളെ, അല്ല ഈ സജിയാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി കാണാൻ. ഞങ്ങൾ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്റെ പുറത്തും തട്ടിയൊക്കെ സജി ചോദിച്ചു, രാജാൻ ശ്രദ്ധിച്ചോ, ഇതെന്തോ, ഇതാരുടെ ശവകുടീരം? വെസ്റ്റ്മിനിസ്റ്റർ ആബിയുടെ ആ വലിയ ചാപ്പലിന്റെ പുറത്തുള്ള പാരലൽ, നിങ്ങളിൽ ഏറി വന്ന ആൾക്കാരും അതൊക്കെ പോയി കണ്ടുള്ള ഒരു ശവകുടീരങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥലമുണ്ട്. ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ എഴുതി വച്ചിരിക്കുന്നു. അന്ന് രാത്രി ആ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് രവി സക്കറായ നൽകിയ 27 മിനിറ്റിന്റെ ഒരു മെസ്സേജ് ഞാൻ ആവർത്തിച്ച് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ സെർച്ച് ചെയ്യുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലെ സാംബിയയിൽ ചെന്ന് സുവിശേഷത്തിന് വേണ്ടി പോരാടി. തന്റെ ഒരു ദിവസം ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കാൻ ഒരു പുതിയ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ ഓടി. തന്റെ കൂടെ ഉണ്ടായിരുന്ന സാമ്പിയാക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. താൻ മാത്രം കാലിടറി താഴെ വീണപ്പോൾ പുറകിന്ന് ഒരു വന്യമൃഗ സിംഹം വന്ന് തന്റെ തോളിന്റെ മാംസം പറിച്ചെടുത്തു. താൻ അവിടെ നിന്നിച്ച് ഓടുന്ന വഴിക്ക് പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഓടുമ്പോൾ വീണ്ടും കാലിടറി വീണ് കണ്ണിൽ ഒരു കുറ്റി കയറി. ആ ഓട്ടത്തിന്റെ ഇടയിൽ ആ കുറ്റി പറിച്ചു കളഞ്ഞപ്പോൾ തന്റെ വലം കണ്ണുകൂടെ തനിക്ക് നഷ്ടമായി. മരണം വരെയും കണ്ണുമഴുകി തോളുമഴുകി മരിക്കുന്നതിന്റെ അന്ന് പ്രഭാതത്തിൽ 3 മണി മുതൽ 6:30 വരെ പതുപോലെ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ച് താൻ തന്റെ പ്രിയന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ യുകെയുടെ റാണി തന്റെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്ന് രാജകീയമായി അടക്കാൻ ആർമിയെ വിട്ട്, പട്ടാളക്കാരെ വിട്ടു, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ. പക്ഷെ ആദിവാസികൾ പറഞ്ഞു, ഞങ്ങളുടെ ആത്മീക ഗുരുവിന്റെ, ഞങ്ങളെ മനുഷ്യരാക്കിയവന്റെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് അടക്കണം. ആ ആർമിക്കാരുമായിട്ടുള്ള ഒരു രഞ്ജനത്തിൽ, സംഭാഷണത്തിന്റെ ഒടുവിൽ ഞങ്ങൾക്ക് അന്തിമ ഒരു പ്രാർത്ഥന നടത്താൻ സമയം തരണം. അതുവരെ നിങ്ങൾ ആർമിക്കാരൊന്ന് മാറി നിൽക്കണം, പിന്നെ ഡെഡ് ബോഡി തരാം.
അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ ഗോത്ര തലവന്മാർ അടുത്ത് നിന്ന് കവണ്ണ് വീണിട്ട് നെഞ്ച് നഖം കൊണ്ട് തുറന്ന് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ചങ്ക് അവർ കയ്യിലെടുത്തിച്ചു കുത്തിക്കെട്ടി കൊണ്ടുപോകും. ചങ്ക് സാംബിയയിലും ചങ്കില്ലാത്ത ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ബോഡി വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൽ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ കർത്താവ് തന്റെ താതൻ പേർക്ക് കഷ്ടപ്പെട്ടവരുടെ പേര് വിളിക്കുന്ന നാളിൽ സാംബിയയിൽ നിന്ന് ഉടലില്ലാത്ത ചങ്കും വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ നിന്ന് ചങ്കില്ലാത്ത ഉടലും ഉയർത്തെഴുന്നേൽക്കും. എന്തൊരു പ്രത്യാശ! കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടത്തെ. സ്കൂളിൽ പഠിച്ചേച്ച് സുവിശേഷ വേല ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നവർക്ക് ഈ പാട്ടൊന്നും പാടാൻ തന്റെ ഇടം വരത്തില്ല. എന്നോട് ക്ഷമിക്കണം. ഡാളസ് തിയോളജിക്കൽ സെമിനാരി കാണാനല്ല, അത് വേണ്ടെന്നല്ല. ലോകത്തിലെ 7th ഹയസ്റ്റ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസർ ലാംഗ്വേജ് ആണ് ഹിന്ദി. വടക്കേന്ത്യയിൽ 10,000 യേശുവിനെ ഒരിക്കൽ പോലും കേൾക്കാതിരിക്കുമ്പോ കഞ്ഞിക്കുഴിയും പുതുപ്പള്ളിയും കുമ്പനാടും കോഴഞ്ചേരിയും മാത്രമേ കർത്താവിന് വേണ്ടൂ എന്ന് നിങ്ങൾ പറയരുത്. കേട്ടവരെ കേൾപ്പിക്കാനല്ല. Evangelizing the evangelized, reaching the reached, blessing the blessed, converting the converted, baptizing the baptized, comforting the comforted, but neglecting the neglected is the sin of the church. സഭയുടെ പാപം എന്താ? കേട്ടവരെ പിന്നെ കേൾപ്പിക്കുക, സ്നാനപ്പെട്ടവരെ പിന്നെ സ്നാനപ്പെടുത്തുക. ഇവിടെ 3 നഷ്ടങ്ങൾ മാത്രം കൊണ്ട് കഥ തീരുന്നില്ല. ആ 3നെയും തിരയുന്ന ഒരു യജമാനനെ കാണാൻ കഴിയുന്നു. ഒരിടയൻ, ഒരു സ്ത്രീ, ഒരപ്പൻ. ഇന്ന് രാത്രി ഒരു സഭ ആ ഇടയനായിട്ട് തീരട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ള പദം, 99നെ തേടുന്നവനല്ല ഇടയൻ, 99നെ നോക്കുന്നവനല്ല ഇടയൻ, 1നെ തേടുന്നവനാണ് ഇടയൻ. എനിക്ക് ലഭിക്കപ്പെട്ട സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കുന്നു. വടക്കേന്ത്യയിൽ കഴിഞ്ഞ 44 വർഷം ഇന്ന് 81ഓളം മിഷണറിമാരുണ്ട്. ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി. അവിടെ പെർസിക്യൂഷൻ റിലീഫുകാരെ ഒന്നും ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം കൂടെ പറയാം. ഭരത്പൂരിലെ ചമ്പൽക്കാടുകൾ എന്ന ഫുലൻ ദേവിയുടെ ചമ്പൽക്കാടുകളിൽ എനിക്കന്ന് 23 വയസ്സ് മാത്രമേ ഉള്ളൂ. അൽവറിൽ നിന്ന് 115 കിലോമീറ്ററുള്ള എൻ്റെ സബ്സ്റ്റേഷൻ ഞാൻ പ്രവർത്തിച്ച ഒരു രാത്രി നീചനായ ഒരു മനുഷ്യൻ, സഹദേവ് എന്നാണ് അവന്റെ പേര്, 6 അടി 2 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്, അജാനബാഹുവാണ്. അവൻ എൻ്റെ മുറിക്കകത്ത് കയറി. എൻ്റെ കയ്യിൽ പാസ്റ്റർ മാത്യു എന്ന ദൈവദാസൻ തന്ന റയറി സ്റ്റഡി ബൈബിൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അവൻ എൻ്റെ മുറി ചാടി കയറിയിട്ട് പറഞ്ഞു, ഞാൻ എന്നും ഈ റോഡിൽ കൂടെ പോകുമ്പോ നീ യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നിർത്തടാ. എൻ്റെ ബൈബിൾ വലിച്ചെറിഞ്ഞു. അവൻ അമറാൻ തുടങ്ങി. അവന്റെ ദൈവങ്ങളുടെ പേരിൽ പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. പ്രാർത്ഥന ഉരുവിട്ട് തന്നു. ഞാൻ ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ ചിരിച്ചോണ്ട്, നീ ചിരിക്കുകയാണോടാ? 40 മിനിറ്റ് നഖം മുതൽ തലമുടി വരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. ഒടുവിൽ അവന്റെ ആജ്ഞയ്ക്കോ അവന്റെ ആഗ്രഹത്തിന് വിധേയപ്പെട്ട് എന്റെ കവിള് കുത്തിപ്പിടിച്ച് അണ്ണാക്കിലോട്ട് കൈയിട്ടിട്ട് അതെനിക്ക് ഹൊറിബിൾ അടിയും തൊഴിയൊന്നും അതൊത്തിരി എന്റെ കിറി വരെ പൊട്ടി. വായിക്കകത്തുനിന്ന് നാക്ക് പിഴുതെടുക്കാൻ ശ്രമിച്ചു. ദൈവമക്കളെ, തികഞ്ഞ ആത്മാർത്ഥയോട് പറയട്ടെ, അവിടെ നിന്ന് കുറഞ്ഞ പക്ഷം ആ ഭരത്പൂരിൽ 500-ൽ പരം വിശ്വാസികൾ കുറഞ്ഞത് ഉണ്ട്. ഇന്ന് അവരെ എന്റെ കൂടെ അല്ല, മറ്റൊരു പ്രസ്ഥാനത്തില. അത് ആരുടെ ആയിക്കോട്ടെ. പക്ഷെ ആ മണ്ണിൽ 40 വർഷം കഷ്ടപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ സ്ഥലത്ത് സൈക്കിളിലും
മോട്ടോർ സൈക്കിളിൽ ഗലിയിൽ ഞങ്ങൾ റാന്നിക്കാരനൊരു ബേബിച്ചാൻ ഞങ്ങൾ പലരും ചേർന്ന് അധ്വാനിച്ച് ചാന്തുകാവിലെ മറ്റൊരു ബേബി ബ്രദർ ഇന്ന് അതിന്റെ സറൗണ്ടിങ് ആഗ്ര ബെൽറ്റിൽ 8 ഫുൾ ടൈം മിഷണറിമാർ എന്നോടൊപ്പം വർക്ക് ചെയ്യും. പ്രതികൂലത്തെ ഭയപ്പെടേണ്ട. ഇന്ത്യ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് മതേതരത്വത്തിന്റെ ലേബല് മാറ്റി ഒരു ഹൈന്ദവ രാഷ്ട്രമാകാനുള്ള സാധ്യതകളുണ്ട്. സംഭവിക്കാതിരിക്കട്ടെ. അയോധ്യ ഒരു ഹോളി സിറ്റിയും UP ഹോളി സ്റ്റേറ്റുമായി സൗദിയിലുള്ളത് ഉണ്ടായിരുന്നത് പോലെ മറ്റൊരു മതഗ്രന്ഥം കൊണ്ട് അതിനകത്ത് കയറാനൊക്കാതെയും അവിടെ പ്രവർത്തിക്കുന്ന സകല സുവിശേഷകരെയും ജയിലിലാക്കുകയും സഭകളെയെല്ലാം ബുൾഡോസർ വെച്ച് തകർക്കുകയും ഹിന്ദുക്കൾ അല്ലാത്തവരെ എല്ലാം വീടുകൾ ഡിമോളിഷ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ ഭാരതം മറ്റൊരു നിലയിലേക്ക് പോകും. പകലിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി കഴിക്കാം. Let me labor for my master. Let me talk of all his wondrous life and care. Then when all of life is over and my work on earth is done, when the roll is called up yonder, I will be there. എനിക്ക് 3 പെൺമക്കളെ ദൈവം തന്നു. 3 മിഷണറിമാരെ കൊണ്ട് അവരെ വിവാഹം കഴിപ്പിച്ച് അവർ 3 പേരും ഹിന്ദി ബെൽറ്റിൽ അതിശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ശാരീരിക പ്രശ്നങ്ങൾ ഞാനും എൻ്റെ വൈഫും അനുവദിക്കുന്നെങ്കിലും ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പും 72 ദിവസം നോൺ സ്റ്റോപ്പായിട്ട് 12,000 കൂടുതൽ കിലോമീറ്റർ ബൈ റോഡ് യാത്ര ചെയ്ത് ആ യാത്രയിൽ തന്നെ 65 പേരെ സ്വത്രം വെള്ളം ഇല്ലാഞ്ഞിട്ട് വഴിയിൽ നിന്ന് മേടിച്ച 4,500 രൂപയുടെ പ്ലാസ്റ്റിക് ടങ്കിക്കകത്ത് അവരെ സ്നാനപ്പെടുത്താം. ഇവിടെ യോർദാന്റെ തുല്യമായ സ്നാനത്തൊട്ടി 10 ലക്ഷം ഇന്ത്യൻ മണി കണക്കൂട്ടിയൊക്കെ ചെലവാക്കി ഉണ്ടാക്കിയിട്ട് ഒരു സ്നാനം കണ്ടിട്ട് 10 വർഷമായില്ലേ? ഇവിടെ ആത്മാക്കളില്ലേ? Let's pray. നമ്മുടെ സഭകൾ ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ. നമ്മുടെ മക്കൾ സുശേഷകരാകട്ടെ. ഇനിയും വില്യം കേറിയെ ഇവിടുന്ന് അയക്കാനല്ല, നിങ്ങളുടെ ഉദരത്തിൽ ദൈവം തന്ന മക്കളിൽ ഒന്ന് അല്ല നിങ്ങളിൽ ഒരാൾ ഒരു മിഷണറി ആകാൻ. വേൾഡ് ടൂർ നടത്തിയില്ലെങ്കിലും ഒരു മിഷൻ ട്രിപ്പിൽ ഞാൻ പോകും. എനിക്ക് അവസരം തന്ന കർത്തൃദാസൻ സാക് ചെറിയാൻ അവറുകളോടും ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ റജി ഫിലിപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളെ ഓർക്കുക. ബഥേൽ ഫെലോഷിപ്പ് രാജസ്ഥാൻ ജയ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അടുത്ത 2 മാസത്തോളം ഞാൻ ന്യൂയോർക്ക് ബെൽറ്റിലുണ്ടായിരിക്കും. ഐ നീഡ് യുവർ ടീയേഴ്സ്. ന്യൂയോർക്ക് ആൻഡ് ഫിലദൽഫിയയിൽ I need your prayers. Thank you. God bless you.